പാലക്കാട് കണ്ണാടി ശ്രീ ശങ്കരപുരം ശ്രീ ഭദ്രകാളി നാഗരാജ നാഗയക്ഷി ക്ഷേത്രത്തിൽ രാധാകൃഷ്ണ വിഗ്രഹം അനാച്ഛാദനം ചെയ്തു. ക്ഷേത്രത്തിലെ ശങ്കരാചാര്യ ശില്പത്തിന് സമീപത്തായാണ് രാധാകൃഷ്ണ വിഗ്രഹം അനാച്ഛാദനം ചെയ്തത്. കൂടാതെ രാമായണ മാസത്തോടനുബന്ധിച്ച് കഴിഞ്ഞ 7 ദിവസമായി ക്ഷേത്രത്തിൽ നടത്തിവന്ന രാമായണ സപ്താഹയജ്ഞവും തോൽപ്പാവക്കൂത്തും സമാപിച്ചു. സ്വാമി ഉദിത് ചൈതന്യയുടെ നേതൃത്വത്തിൽ കണ്ണാടി ശ്രീ ശങ്കരപുരം ശ്രീ ഭദ്രകാളി നാഗരാജ നാഗയക്ഷി ക്ഷേത്രത്തിൽ കഴിഞ്ഞ 7 ദിവസമായി നടത്തിവന്നിരുന്ന രാമായണ സപ്താഹ യജ്ഞത്തിനും പത്മശ്രീ രാമചന്ദ്ര പുലവരുടെ നേതൃത്വത്തിൽ ദിവസവും ക്ഷേത്രാങ്കണത്തിൽ നടന്ന തോൽപ്പാവക്കൂത്തിനുമാണ് സമാപനമായത്. രാമനിൽ നിന്ന് രാവണനിലേക്ക് സമൂഹം സഞ്ചരിക്കുന്ന സ്ഥിതിയുണ്ടെന്നും രാമായണ സപ്താഹ യജ്ഞത്തിൽ ഉൾപ്പെടെ യുവതലമുറയെ എത്തിക്കണമെന്നും ക്ഷേത്രം ഊരാളൻ ദാസ് പ്രകാശ് പറഞ്ഞു. രാമനിൽ നിന്ന് നമ്മൾ രാവണനിലോട്ടുള്ള തിരിച്ചു തുടങ്ങിയിരിക്കുന്നത് അത് നമ്മുടെ മക്കളെ നാശത്തിലോട്ട് നയിക്കുന്നു. അത് നമ്മളെല്ലാവരും തിരിച്ചറിയാം. നമ്മളുടെ മക്കളാണ് ഈ രീതിയിലെത്തേണ്ടത്, നമ്മളല്ല. നമ്മളിപ്പോൾ ഏതൊരു മെഷീൻ വാങ്ങിച്ചാലും, ഇപ്പോൾ ഫ്രിഡ്ജ് വാങ്ങിച്ചാലും ടി വി വാങ്ങിച്ചാലും നമുക്കൊരു വാറണ്ടി കാർഡ് ഇപ്പോൾ കിട്ടുന്നുള്ളൂ. ഗ്യാരണ്ടി കാർഡില്ല. വാറണ്ടി എന്ന് പറഞ്ഞാൽ അതിനെന്തെങ്കിലും കേടുപാട് സംഭവിച്ചാൽ അതിനുള്ള പാർട്ടുകൾ നമ്മൾ കാശ് കൊടുക്കണം, അവരുടെ സർവീസ് ചാർജ് ഫ്രീ, അങ്ങനെയുള്ളത്. ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ എന്തിനും ഗ്യാരണ്ടി. അപ്പോൾ അത് നമ്മളെപ്പോഴാണ് നോക്കുന്ന ആ കാർഡ്, ഈ ഒരു വസ്തു കേട് വരുമ്പോൾ മാത്രമാണ്, എക്സ്പയറി ഡേറ്റ് കേട് വരുമ്പോൾ മാത്രമാണ് നമ്മൾ ആ കാർഡിലോട്ട് ശ്രദ്ധിക്കുക. ചടങ്ങിൽ രാമായണ സപ്താഹ യജ്ഞത്തിന് നേതൃത്വം നൽകിയവരെ ആദരിച്ചു. തുടർന്ന് ക്ഷേത്രത്തിലെ ശങ്കരാചാര്യ ശില്പത്തിന് സമീപത്തായി രാധാകൃഷ്ണ വിഗ്രഹം അനാച്ഛാദനം ചെയ്തു. സ്വാമി കൃഷ്ണാത്മാനന്ദ സരസ്വതി, ഉദിത് ചൈതന്യ, രാധാറാണി സ്വസ്തിക, പാർവതി എന്നിവർ ചേർന്നാണ് വിഗ്രഹം അനാച്ഛാദനം ചെയ്തത്. ജനം, പാലക്കാട്.